പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഗ്രാമീണ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കേരളത്തിന് കൂടുതൽ സമയം അനുവദിച്ച കേന്ദ്ര സർക്കാർ. ആവാസ് പ്ലസ് 2024 സർവേ സമയപരിധി ജൂൺ 6 വരെ നീട്ടി. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രാമീണ മേഖലയിലെ സർവേ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് തീരുമാനം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്, ഇത് എത്രത്തോളം ഗുണകരമാണ് ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം? പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സുതാര്യമായി നടപ്പിലാക്കേണ്ട ഒരു പദ്ധതി ആ രീതിയിലല്ല സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ സർക്കാർ കണ്ടെത്തിയിട്ടുള്ള ചില ഗുണഭോക്താക്കളെയൊക്കെ PM ആവാസ് യോജനയിലേക്ക് തിരികെ കയറ്റുന്നത് ശരിയായിട്ടുള്ള രീതികളല്ല, മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടല്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ BJP അടക്കം ഉയർത്തിയിരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ഈ ലൈഫ് പദ്ധതിയുമായി PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള നിരവധി ആരോപണങ്ങൾ BJP അടക്കം രംഗത്ത് വെച്ചിരുന്നു. സുതാര്യമായി പദ്ധതി നടപ്പിലാക്കണം തുടങ്ങിയുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ പല ഉപഭോക്താക്കൾക്കും ഗ്രാമീണ മേഖലയിലൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ അർഹതയുള്ള പലർക്കും ഈ പദ്ധതിയുടെ ഗുണം, പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ ഗുണം കിട്ടാതെ പോകുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ്, ഇതിനൊപ്പം തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികൾ ഇഴഞ്ഞു നീങ്ങിയൊരു വിഷയവും ഉണ്ടായത്. പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ചകളും വന്നിരുന്നു. ഒടുവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയങ്ങൾ കേന്ദ്ര നഗരവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മുമ്പിലടക്കം ഈ വിഷയങ്ങൾ ഉയർത്തി സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കുന്നതിനുണ്ടാകുന്ന വീഴ്ചകൾ ചർച്ച ചെയ്തു. തുടർന്നാണ് ഈ പറയുന്ന രീതിയിൽ ഇത്രയും കാലം പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ പോയത്. അതായത് ഈ പറയുന്ന പദ്ധതിയിൽ കണ്ടെത്തേണ്ട ഗുണഭോക്താക്കളെ കണ്ടെത്താൻ കഴിയാതെ, കൃത്യമായി സർവേ നടത്താൻ കഴിയാതെ പോയൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വീഴ്ചയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും അതിന് കൂടുതൽ അവസരം, അതായത് ജൂൺ 6 വരെ ഇതിനുള്ള സർവേ നടത്താനുള്ള സമയം നീട്ടി നൽകുന്നതിലൂടെ കൂടുതൽ ജനങ്ങൾ ഈ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാതെ പോയ കൂടുതൽ ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അതിന് കുറച്ചുകൂടി ദിവസം കൂടി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമീണ തലത്തിൽ നടത്തേണ്ട സർവേ, അത് പ്രധാനമന്ത്രി PM ആവാസ് യോജന പ്ലസ് എന്ന രീതിയിലാണ് ആ സർവേ നടക്കുന്നത്. ഹൗസ് ഹോൾഡ് സർവേയാണ്. ഓരോ വീടുകളും കയറി ആ വീടുകളിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി എത്രത്തോളം ആളുകൾക്ക് പുതിയ വീട് വെക്കേണ്ട സാഹചര്യമുണ്ട്, അതിനുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്, അതിൻ്റെ എത്രത്തോളം അവരുടെ സാമ്പത്തിക അവസ്ഥയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ട ആ സർവേ അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു അവസരമാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുള്ള എത്രത്തോളം ആ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ വിലയിരുത്തലുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അങ്ങനെ പൂർണ്ണമായും ഈ പദ്ധതിയുടെ ഗുണം കൂടുതൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ പറയുന്ന ഇത്രയും ദിവസങ്ങൾ കൂട്ടി നൽകിയതുകൊണ്ട് അതിന് BJP സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് കേന്ദ്ര നഗരവികസന മന്ത്രിയുമായി കണ്ട് സംസാരിച്ച് ആണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.